found me alone. I'm coming up. We'll have a ball. I'm sweet like a buttercup. You're ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിലമ്പൂർ MLA PV അൻവർ പറഞ്ഞതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ നിരന്തരമായി അജിത് കുമാർ എന്നുള്ള ADGP ആ വ്യക്തിയെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എതിരെ കൊടുത്തിരിക്കുന്ന കംപ്ലൈൻറ്റുകൾ ഒരുപാട് കംപ്ലൈൻറ്റുകളാണുള്ളത്. അതുപോലെ നമ്മളെ PV അൻവറിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഇതിലോട്ട് തന്നെ നിങ്ങൾ കംപ്ലൈൻറ്റ് അറിയിപ്പിക്കണമെന്ന് പറഞ്ഞൊരു ഒരു മെസ്സേജ് ഒരു വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു 3000 പേരോളം കംപ്ലൈൻറ്റുമായി വന്നു എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും പീഡനം നടക്കുന്ന, പോലീസിൻ്റെ പീഡനം നടക്കുന്നതിനെ കുറിച്ചുള്ള കംപ്ലൈൻറ്റുകൾ വന്നതായിട്ട് ഉടൻ തന്നെ ഈ കൊള്ളസംഘം അത് ബ്ലോക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളെ നാട്ടിൽ നടക്കുന്നത്. എല്ലാ പോലീസുകാരെയും നമ്മൾ കുറ്റം പറയില്ല. എൻ്റെ ഒരു അനിയൻ പോലീസുകാരനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചാൽ നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല പോലീസ് ഉദ്യോഗസ്ഥരുള്ളതിൻ്റെ പേരിൽ എത്രയോ കുറ്റങ്ങൾ, എത്രയോ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കേരളത്തിലും ഇന്ത്യ മഹാലോകത്തും മറ്റുള്ള സ്ഥലങ്ങളിലും തെളിയിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ഒറ്റപ്പെട്ട ചില അഴുക്കയായ പോലീസുകാരെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ദുഷ്ട മനസ്സുകളും RSSൽ പ്രവർത്തിക്കുന്ന RSSൻ്റെ അജണ്ടകളും വെച്ച് പ്രവർത്തിച്ച് ഈ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുവാനും വേണ്ടി ഇറങ്ങിത്തിരിച്ച കുറച്ചേതാനും വ്യക്തികളായ കുറേ പോലീസുകാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെക്കുറിച്ചാണ് നമ്മൾ നിരന്തരമായി പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരെ, ഇങ്ങനെയൊക്കെയുള്ള വൃത്തികെട്ടവന്മാരെ ഈ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കുക തന്നെ ചെയ്യുക. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്താണ് ഇത്ര വലിയ മടി, ഈ ഇദ്ദേഹത്തിനെ സംരക്ഷിക്കാനുള്ള തിടുക്കം എന്താണെന്ന് നമുക്ക് ഒരു മനുഷ്യനും പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ CPM ആയിരുന്നാലും CPI ആയിരുന്നാലും മൊത്തവും പ്രക്ഷോഭത്തിലാണ്. കാരണം ഇതെന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ സംരക്ഷിക്കുന്നത്, അതിൻ്റെ കാരണം എന്താണ്? അതുപോലെ ഈ അജിത് കുമാറിൻ്റെ പേരിൽ വേറൊരു ഭയങ്കരമായൊരു കേസുണ്ട്. അത് അന്വേഷണം നടത്തണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഈ കേരളത്തിലെ മൊത്തം ജനങ്ങളും ആഗ്രഹിക്കുന്നത്. ഒരു ഷാറു സെൽഫി എന്നും പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ നിന്ന് വന്ന ഒരു പയ്യനുണ്ടല്ലോ. അപ്പോൾ അവൻ്റെ പേര് മുസ്ലിമാണ്. അത് മാത്രമല്ല, അവൻ ഇത്രയും സ്ഥലങ്ങളിൽ കിടന്നിട്ട് അവൻ തീ വയ്ക്കാൻ മലപ്പുറം തന്നെ എങ്ങനെയാണ് കണ്ടെത്തിയത്? അപ്പോൾ അതിലൊക്കെ ഭയങ്കരമായ ഒരു ചോദ്യങ്ങളാണ് ഈ മലപ്പുറത്ത് തന്നെ. അത് മാത്രമല്ല, ഇവൻ അതിനകത്ത് തീ വെച്ചതിന് ശേഷം അതിന് 3-4 പേര് തള്ളിയിട്ട് അവർ മരണപ്പെടുകയും ചെയ്തിരുന്നല്ലോ. അതെല്ലാം മുസ്ലിങ്ങളാണ്. ഒരു കലാപത്തിനുള്ള ആക്രമണമായിരുന്നു. എന്നിട്ട് എത്ര കൃത്യമായാണ് ഇവൻ്റെ ഒരു ബാഗ് അതിനുള്ളിൽ ആക്കപ്പെട്ടത്. എന്നിട്ട് ആ ബാഗിനുള്ളിൽ ഇവൻ നമസ്കരിക്കുന്നവനെ, നമസ്കാരത്തിനെ കുറിച്ച് യാതെന്ന് പറയും, നമസ്കരിക്കുന്നവനും നോമ്പ് പിടിക്കുന്നവനൊക്കെ രാവിലെ ചോറും കൊണ്ട് വീട്ടിൽ നിന്ന് പോകും. അപ്പോൾ അതുമായിട്ടൊന്നുള്ള ബന്ധമൊന്നുമില്ല. പക്ഷേ നമസ്കരിക്കുന്നതിൻ്റെ സുബൈ 2 റക്അത്താണ്, ളുഹർ 4 റക്അത്താണ്. ഇതൊക്കെ എഴുതി ആര് തയ്യാറാക്കി വെച്ചിരുന്നു? പിന്നെ ഇവൻ അവിടെ നിന്ന് പോയ ട്രെയിനിലാണ് തിരിച്ച് പയ്യാണ് പോയി. പിന്നെ ഡൽഹിയിൽ നിന്ന് വന്നവൻ മഹാരാഷ്ട്രയിലേക്കാണ് ചെന്നത്. ഇതിലെല്ലാം ദുരൂഹതയുണ്ട്. അത് മാത്രമല്ല, അന്ന് ഈ കേസ് അന്വേഷിച്ച് അതിൻ്റെ പുനർവിചാരണ നടത്തി അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന ഈ ADGP അജിത് കുമാർ എന്നുള്ള ഈ നരഭോഗി അന്ന് പറഞ്ഞു തന്നിരുന്ന കാര്യം, ഇവൻ ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. അന്ന് ഈ ഷാൻബാഗിൽ സമരം നടത്തിയ അവിടെ നിന്നല്ലേ വന്നത്. കാരണം പൗരത്വ ഭേദഗതിയെക്കുറിച്ച് അത്. അപ്പം നമുക്ക് ചോദിക്കാനുള്ളത്, അവിടെ നടത്തിയത് മുസ്ലിങ്ങൾ മാത്രമാണോ ഈ സമരം നടത്തിയത്? എല്ലാ മതക്കാരുമില്ലേ? അത് കൊള്ളസംഘക്കാരല്ല. പിന്നെ സക്കീർ നായിക് എന്ന ഒരു മഹാനുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളും വാക്കുകളും കേട്ടാണ് ഇവൻ ഇങ്ങനെ ആയെന്നും ഇതെല്ലാം ഇദ്ദേഹം തന്നെ, ഈ അജിത് കുമാർ തന്നെ പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് സംശയങ്ങളുണ്ട്. കാരണം ഇവർക്കൊരു ഒരു കലാപം ഇവിടെ നടത്താനുള്ള പദ്ധതികളായിരുന്നു ഇതിൻ്റെ പിന്നിൽ. അല്ലെ, RSSന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇവന്മാർക്ക് ഇതൊരു അക്രമത്തിനുള്ള ഒരു തയ്യാറെടുപ്പിന് വേണ്ടി നടത്തിയവരവർ. എന്നിട്ട് ഇവനെ കർണാടകത്തിൽ നിന്നും കൊണ്ട് പോലീസ് കേരളത്തിലേക്ക് കൈമാറക്കം ചെയ്യുമ്പോൾ അവിടെ നിന്നും ഈ
യൗമാര യവനെ അവിടെ നിന്ന് ഓട്ടിപ്പിക്കുക, വെടിവെച്ച് കൊല്ലുക, ഇതൊക്കെ ആയിരുന്നു യൗമാരവരെ പ്ലാനുകൾ. പക്ഷെ പത്രക്കാരവിടെ ചെന്ന് പിടിപെട്ടു. അതിൻ്റെ പേരിൽ പിന്നെ യൗമാർക്ക് അതിൽ നിന്നും അതിൽ നിന്നും അത് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ സക്കീർ നായിക് എന്ന് പറയുന്ന ആ മഹാന് കാര്യം കേട്ടാണ് ഇദ്ദേഹം തീവ്രവാദി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 100 കോടി പ്രോളവേശാണ് കിടക്കുന്നത്. അദ്ദേഹത്തിന് ഇത്രയും കോടികളുള്ള ജനങ്ങൾ മൊത്തവും തീവ്രവാദികളാവേണ്ടിയതല്ലേ. അപ്പോൾ ഇത് എല്ലാം യൗമാർ ചെയ്ത ഒരു ചതികൾ. അപ്പോൾ ഇവനെ കൃത്യമായി ഇവനെ ചോദ്യം ചെയ്യുകയും അതുപോലെ ഇവൻ ഈ RSSകാരെ കണ്ടതിൻ്റെ തൃശ്ശൂരുമായി അവിടെ ഒരു കലാപത്തിന് അക്രമം കൂട്ടിയ അന്ന് ആ തൃശ്ശൂരിൽ നടന്ന കലാപകത്തിന് ആഹ്വാനം ഉണ്ടായിരുന്നു. ഒരു ലൈറ്റ് ഓഫ് ചെയ്യുക, അങ്ങനെയൊക്കെ പ്രത്യേക രീതികളൊക്കെ നടത്തിയ അതിൻ്റെ പിന്നിലും അവിടെ സുരേഷ് ഗോപി ജയിക്കാനുമുണ്ടായ ആ കാരണത്തിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്നുള്ള കാര്യങ്ങളും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അതുപോലെ 2 മരണങ്ങളുണ്ട്. മാമി എന്നറിയപ്പെടുന്ന ഒരാളെ കാണാതെ പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവൻ്റെ പേരിൽ ഒരുപാട് കുറ്റങ്ങൾ കിടക്കുകയാണ്. ഇതെല്ലാം കണ്ടെത്തുക തന്നെ വേണം. ഈ നല്ല പോലീസുകാർ, നല്ല DGP, നല്ല ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട്, ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് ഇത് അന്വേഷിപ്പിച്ച് ഈ നരാധിപന്മാരെ എല്ലാം തൂക്കിലേറ്റ ഇതുപോലെയുള്ള പുഴുക്കുത്തുകളെ, പോലീസിലുള്ള പുഴുക്കുത്തുകളെ, യൗമാരെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ നമ്മൾ ഈ നാട് ഒരുക്കണമെന്നാണ് നമുക്കറിയുക. എന്നിട്ട് നല്ലവരായ പോലീസുകാരുണ്ട്. എൻ്റെ അനിയനും പോലീസുകാരനാണ്. പിന്നെ പറയാനുള്ളത് ഒരു കാര്യം കൂടെ, നിങ്ങൾ ഈ കേരളം മാത്രമല്ലേ നോക്കുന്നുള്ളൂ, അല്ലെങ്കിൽ തമിഴ്നാട്, അല്ലെങ്കിൽ നമ്മളൊക്കെയുള്ള ഈ ഇന്ത്യൻ പക്ഷേ ഇന്ത്യയിൽ നിന്നും അപ്പുറത്തോട്ടുള്ള രാജ്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് നോക്കിയാണ് അവിടെ കാണാൻ ഏതെങ്കിലും പോലീസുകാർ ഇങ്ങനെ കാണാൻ കാണിച്ചു കഴിഞ്ഞാൽ അവൻ്റെ തല പിന്നെ ഉണ്ടാവില്ല, അവൻ്റെ തല ഉണ്ടാവില്ല. ഇന്നത്തെ കാര്യം, ഇന്ന് നമ്മൾ ഓരോരുത്തരും ഓരോ മനുഷ്യരും വളരെയധികം ആയുധങ്ങളും കരുതി വെച്ച് വേണം നമ്മളെ വീട്ടുകളിൽ കിടന്നുറങ്ങാൻ. ഇല്ലെങ്കിൽ എപ്പോഴാണ് ഈ പോലീസ് എന്നുള്ള ദുഷ്ടന്മാർ കയറി വരിക, പെണ്ണുങ്ങളെ പിടിക്കുക, ബലാത്സംഗം ചെയ്യുക, മോഷ്ടിക്കുക, കൊല്ലുക, യൗമാർ നിരപരാധികളെ ആക്രമിക്കുക, ഇതെല്ലാം യൗമാർ പദ്ധതി. കാരണം എന്ന് പറഞ്ഞപ്പോൾ അതിജീവിത എന്ന് പറയുന്ന ആ സ്ത്രീ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കംപ്ലൈൻറ്റ് തന്നെ കണ്ടില്ലേ. അപ്പോൾ ആ കംപ്ലൈൻറ്റ് അവർ കൊടുത്തതിന് ശേഷം ഒരു FIR ഇടുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തുകയോ ചെയ്യാതെ അവരെ പിന്നെ പീഡിപ്പിക്കുവാനും അവരെ പിന്നെ ഇതിൻ്റെ പേരിൽ വർദ്ധിക്കുവാനും എന്ന് പറയേണ്ട യൗമാർ രാത്രികളിലെല്ലാം അവിടെ കയറി നിൽക്കുക. കാരണം ഒരു ഗുണ്ടാ സംഘം തന്നെ, ഗുണ്ടായിസം തന്നെയാണ് അവിടെ നടക്കുന്നത്. കാരണം യൗമാരെ ചോദ്യം ചെയ്യാനും ഇവനെന്നും ചങ്ങലയ്ക്കിടാനും ഈ നാട്ടിലും ഈ ജനങ്ങളിലും ആർക്കും ഇല്ലേ എന്നുള്ള ഒരു കാര്യം. ഇതെങ്ങാനും വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തായിരുന്നെങ്കിൽ ഇവനെ ഒന്ന് തല വെച്ചിരിക്കില്ല എന്നുള്ളത് ഉറപ്പായ കാര്യം തന്നെ. അവിടുത്തെ രാജാക്കന്മാരോ രാജ്യം ഭരിക്കുന്നവരോ ഇങ്ങനെയുള്ള ഒരൊറ്റ പോലീസുകാരൻ്റെയും തല പിന്നെ മേലിൽ ഉണ്ടാവുകയില്ല. പക്ഷെ ഇവിടെ തന്നെ ഈ നരാധിപന്മാർ ആടി അഴിഞ്ഞ് ഉല്ലസിച്ച് ഭരണമെല്ലാം ഇവൻ്റെ മണ്ടയിൽ വെച്ചും കൊണ്ട് ഇവൻ അധികാരം കാണിച്ച് ഈ പാവങ്ങളായ മനുഷ്യന് കൊല്ലാക്കൊല ചെയ്യുന്ന ഈ നരാധിപന്മാരെ ഈ ലോകത്ത് നിന്നും തുടച്ചു മാറ്റി നല്ലൊരു കാലത്തെ കൊണ്ടുവരണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കും. I'm coming up. We'll have a ball. I'm sweet like a buttercup. You're